ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് സേമിയ പായസത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് വെർമിസെല്ലീസ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. സാധാരണ കണ്ടുവരുന്ന തടിച്ച സേമിയ അല്ല, കുറച്ചുകൂടെ തിന്നായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള സേമിയാണ്. ഇപ്പം നാട്ടിൽ കുറേ ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓൺലൈൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ വേണ്ട സൈസിനാക്കി എടുക്കാം. മിക്സിയിലൊന്നും ഇടണ്ട കേട്ടോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഷുഗറും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ കാരമൽ ബേൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിനൊരു ബിറ്റർ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒട്ടും ലംസ് ഇല്ലാതെ ഷുഗർ മൊത്തം മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത് ടെൻഷൻ ആവണ്ട. മൊത്തമായിട്ട് ബോയിലായി കഴിയുമ്പോൾ ഇത് എല്ലാം മെൽറ്റായിക്കോളും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. ഈ പായസത്തിനൊരു കളറും അതുപോലെ ഒരു ചെറിയ കാരമൽ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് പാൽ ബോയിൽ ചെയ്ത് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡും ഫോളോ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ തന്നെ നല്ല തിക്കായിട്ട് വരുന്ന പായസമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പാൽ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ആഡ് ചെയ്യാം. ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചുണ്ടെങ്കിൽ തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഞാനിതൊരു സ്പൂണിൽ കോരി കഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം സേമിയ ആഡ് ചെയ്താൽ മതി. അതിപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അത്ര തിൻ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. ഇത് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടി പോയിന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് ബൗളിൽ സെർവ് ചെയ്യാനുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ വേറെ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നോർമലി ചെയ്യുന്ന പോലെ ഒരു പാനിൽ ഗീ ആഡ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടെ റോസ്റ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഏലക്കായുടെ പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് അതിൻ്റെ പ്രസൻറ്റേഷനും. കഴിക്കുന്ന ആൾക്കത് പ്രസൻറ്റബിളായിട്ട് സെർവ് ചെയ്യാന്നുള്ളതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഫെസ്റ്റേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.